മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്തിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും പുതിയ ക്രൈം ത്രില്ലർ മൂവിയാണ് ദൃഢം. ഷെയ്ൻ നിഗമാണ് ഈ സിനിമയിൽ നായകനായി എത്തിയിട്ടുള്ളത്. സോ ഈ ഒരു സിനിമയുടെ കഥ നോക്കിക്കഴിഞ്ഞാൽ, വിജയ് എന്ന് പറയുന്ന ഒരു പുതിയ പോലീസ് ഓഫീസർ, സർവീസിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു ന്യൂ കമ്മർ ഒരു സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുകയാണ്. സോ നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ തന്നെ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്റ്റേഷനാണ്. എന്നാൽ ഈ ഒരു പോലീസ് ഓഫീസർ അവിടെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത് തൊട്ടടുത്ത ദിവസം അവിടെ ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരു അഴുകിയ ബോഡി അടുത്തുള്ള ഒരു പറമ്പിൽ നിന്ന് കിട്ടുന്നു. സോ അതിന്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ അടുത്തുള്ള ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ ഒരു മോഷണവും നടക്കുന്നു. സോ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഭയങ്കര കയോട്ടിക് ആകുന്നു. അവിടുത്തെ ആളുകൾ ഇതിനെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നു. അതുപോലെ സുപ്പീരിയർ ഓഫീസേഴ്സിന്റെ പ്രഷർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഈ ഒരു പോലീസ് ഓഫീസർ കൈകാര്യം ചെയ്യുന്നു, തുടർന്നുള്ള സംഭവങ്ങളും അന്വേഷണവും ആരാണ് ഈ ക്രൈമിന്റെ ഒക്കെ പിന്നിൽ നിന്നുള്ളതൊക്കെയാണ് ഈ ഒരു സിനിമ കാണിക്കുന്നത്. സോ ആസ് എ ഹോൾ ഈ ഒരു മൂവി ഒരു ഡീസന്റ് വാച്ചായിട്ടാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത്. സോ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നോക്കിക്കഴിഞ്ഞാൽ വളരെ നോർമൽ ആയിട്ട് പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ആണ്. ഇന്റർവെല്ലിനോടൊക്കെ എത്തുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ ഒരു ഹൈ പോയിന്റ് ഒക്കെ ഉള്ള ഒരു ഇന്റർവെല്ലായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ സെക്കൻഡ് ഹാഫ് ആകട്ടെ സിനിമ നല്ല എൻഗേജിങ്ങും നല്ല ത്രില്ലിങ്ങും ആയിട്ടാണ് പോകുന്നത്, എസ്പെഷ്യലി ടുവേർഡ്സ് ദി എൻഡ്. അതിന്റെ ക്ലൈമാക്സ് പോർഷൻ എത്തുമ്പോൾ സിനിമയുടെ ഗ്രാഫ് മൊത്തത്തിൽ അങ്ങ് മാറുകയാണ്. അവസാനത്തെ ട്വിസ്റ്റും ആ ഒരു ആക്ഷൻ സീക്വൻസും എല്ലാം നല്ല ഗംഭീരമായിരുന്നു. സോ നമ്മൾ ഈ അടുത്ത് മലയാളത്തിൽ കണ്ടിട്ടുള്ള ഒരു വെബ് സീരീസിനോട് സിമിലർ ആയിട്ടുള്ള രീതിയിലായിരുന്നു ആ ഒരു സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ. എന്നാലും നമുക്ക് കാണുമ്പോൾ നല്ലൊരു രസമായിട്ട് തോന്നി ആ ഒരു ട്വിസ്റ്റും അതുപോലത്തെ ആ ഒരു ക്ലൈമാക്സ് പോർഷൻ ആണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ ഈ ഒരു സിനിമയിൽ എടുത്തു പറയേണ്ട ഷെയ്ൻ നിഗത്തിന്റെ പെർഫോമൻസ് ആണ്. ഒരു സർവീസിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറിന്റെ ഒരു ബോഡി ലാംഗ്വേജും എല്ലാം നല്ല ഗംഭീരമായിട്ട് ഷെയ്ൻ നിഗം ആ റോളിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമയിലെ ബാക്കി കാസ്റ്റും ഒക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈ ഒരു സിനിമ എഴുതിയേക്കുന്ന രണ്ടുപേരാണ്, ജോമോൻ ജോണും ലിൻഡോ ദേവസിയും. അവരുടെ റൈറ്റിങ്ങും കുഴപ്പമില്ലായിരുന്നു. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് സിനിമയിൽ. അതൊക്കെ കുറച്ച് കുറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. പല സ്ഥലങ്ങളിലും ഡയലോഗ്സ് ഒക്കെ നമ്മളിങ്ങനെ ഈ സ്ക്രിപ്റ്റഡ് ആയിട്ട് പറയുന്ന ഒരു ഫീല് വന്നു. ഒരു കാഷ്വൽ ആയിട്ടുള്ള പറയുന്നത് തോന്നാതെ ഇങ്ങനെ അച്ചടി ആ ഒരു ഫീൽ അവിടെ തോന്നി. അത് ഒന്ന് മാറ്റി നിർത്തുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയെന്നും തോന്നി. പിന്നെ ഇതിന്റെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത് PM ഉണ്ണികൃഷ്ണനാണ്. അതുപോലെ എഡിറ്റിംഗ് ചെയ്തേക്കുന്നത് VS വിനായകും. രണ്ടുപേരുടെയും വർക്ക് നല്ല ഗംഭീര വർക്കായിരുന്നു. എസ്പെഷ്യലി ക്യാമറ വർക്ക് ആ ഒരു ക്ലൈമാക്സ് പോർഷനിലെ ആക്ഷൻ സീക്വൻസിൽ ഗംഭീരമായിരുന്നു. ആ ഒരു ഫൈറ്റ് സീക്വൻസ് നല്ല കിടിലനായിട്ടാണ് അവർ ഇതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സിനിമയുടെ മ്യൂസിക്, സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് നല്ല ഗംഭീരമായിട്ട് അതിന്റെ മ്യൂസിക്കിലും വന്നിട്ടുണ്ട്. സോ ആസ് എ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഡീസന്റ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണിത്. അപ്പോൾ ത്രില്ലർ മൂവീസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് ദൃഢം. സോ ഈ ഒരു സിനിമയ്ക്ക് ഞാൻ 5-3 സ്റ്റാർ ആണ് റേറ്റിംഗ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കൂടുതൽ റിവ്യൂസിനും റെക്കമെൻഡേഷനും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം കൂടെയും കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.